മാലിന്യമുക്ത കേരളം നവകേരളം എന്ന പരിപാടിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പത്ത് യൂത്ത് ബ്രിഗേഡ് മീറ്റ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ജെ അർജുൻ അധ്യക്ഷനായി. സംഘടനാപരമായി ക്രമീകരിച്ച് കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനകത്ത് വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ സംഘടനാപരമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം നടക്കുന്ന ആദ്യ പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ച യൂത്ത് ബ്രിഗേഡിന്റെ റാലി എന്നതറിഞ്ഞതിലേറെ സന്തോഷം. ഇന്ന് കൊപ്പത്ത് നമ്മുടെ യൂണിഫോം ധരിച്ച് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു റാലി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പതാക ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ പോലും നമ്മുടെ ഒരു യൂണിഫോം ഇന്ന് പൊതുസമൂഹത്തിനിടയിൽ ഒരു ഐഡന്റിറ്റിയായി ഒരു ഐക്കണായി മാറി എന്നത് എതിരാളികൾ പോലും അംഗീകരിക്കേണ്ട നിലയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ വരുന്ന 28, 29 തീയതികളിൽ ഒരു പുതുചരിത്രം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഡിവൈഎഫ്ഐ രചിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയാണ് നമ്മുടെ ഈ കൺവെൻഷൻ. മാലിന്യ വിമുക്ത കേരളം കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അതിബൃഹത്തായ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നത് മാലിന്യ പ്രശ്നമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോ ഏതൊരു കാലത്തും നമുക്ക് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ മാലിന്യ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. വിളപ്പിൽശാല തിരുവനന്തപുരം ഒരു സമരങ്ങളായിരിക്കുന്നത് മാലിന്യം കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ്. അവിടെയൊന്നും അങ്ങനെ ഒരു സമരമില്ല. ബ്രഹ്മഗിരി, എറണാകുളത്തെ ബ്രഹ്മഗിരിനെ തോന്നുന്നു, നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. മാലിന്യം കത്തി പുകപടലങ്ങൾ കൊണ്ട് എറണാകുളത്തെ നഗരം കിലോമീറ്ററുകൾ പൊല്യൂട്ടഡായ ഒരു വാർത്ത നമ്മുടെ മുൻപിലുണ്ട്. ഇതൊക്കെ കാലാകാലങ്ങളായി കേരളം നേരിടുന്ന പ്രശ്നമാണ്, ഒരു സുപ്രഭാതത്തിൽ രൂപപ്പെട്ടതല്ല. ഇപ്പോ എറണാകുളത്തെ ഈ പറയുന്ന പ്രസ്തുത കേന്ദ്രം പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കൊച്ചിൻ കോർപ്പറേഷനെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി സമഗ്രമായ പദ്ധതി നടപ്പിലാക്കി അങ്ങനെ ഒരു പ്രശ്നത്തെ അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രശ്നം തീരുന്നില്ല. ഒപ്പത്തങ്ങാടിയിലും പട്ടാമ്പിയിലും പുലാമന്തവും മലപ്പുറത്തും പാലക്കാടും സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും മാലിന്യ പ്രശ്നം, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭൂവിസ്തൃതിയും ജനസാന്ദ്രതയും ഒക്കെയായി നീറുന്ന ഒരു പ്രശ്നമാണ്. അവിടെയാണ് ഹരിത കർമ്മസേന. നമ്മുടെ നാട്ടിലെ നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ കൊപ്പത്തുൾപ്പെടെ വീടുണ്ടാകും കയറി നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് ശരിയായി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടി വിപ്ലവകരമായ പദ്ധതിയാണ് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയ മാറ്റമാണ് കേരളത്തിനകത്ത് ഈ ഹരിത കർമ്മസേനയിലൂടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മാറ്റം. അവിടെയും തീരുന്ന പ്രശ്നമല്ല. ഇത് പൊതുസമൂഹത്തിന്റെ ആകെ ഒരു ബോധ്യമായി മാറണം. മാലിന്യം അത് നീക്കം ചെയ്യേണ്ടതാണ്
പൊതുവെ മലയാളികളുടെ ബോധം നമ്മുടെ മുറ്റം വൃത്തിയാക്കി തൊട്ടപ്പുറത്തുള്ള മുറ്റത്തേക്ക് എറിയുന്നൊരു ബോധമായിരുന്നു നേരത്തെ. മാറ്റുന്നത് ഒരു കോൺഷ്യസ് ആയ സൊസൈറ്റിയെ രൂപപ്പെടുത്തുക എന്നതാണ്. നോക്കൂ, ആ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെ അത്യുജ്വലമായ പിന്തുണ നൽകി ഈ വരുന്ന 28-29 തീയതികളിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 100 കണക്കിന് വരുന്ന 300-ലധികം വരുന്ന മേഖലകളിൽ നമ്മൾ ഇറങ്ങുക. മാലിന്യ വിമുക്ത കേരളത്തിനായി ഡിവൈഎഫ്ഐ കേരളത്തിന്റെ ചെറുപ്പം ഈ നീലക്കുപ്പായക്കാർ ഇറങ്ങുകയാണ്. വലിയ മാറ്റം കേരളത്തിൽ അത് സാധ്യമാകും എന്നതിൽ ഒരു തർക്കവും ഈ കാര്യത്തിലില്ല.